വീർ, ഞാൻ ഒരു കഴിഞ്ഞ അല്ലാതെ റേസിംഗ് കുതിരയൊന്നും അല്ല. എനിക്ക് ഇത്രയും സ്പീഡിലേക്ക് ഓടാൻ പറ്റൂ. പക്ഷേ സിക്സ് ആയിട്ട് എനിക്ക് ഓടാൻ കഴിയും. ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ. ജെൻടു റോബോട്ടിനോട് ഫൈറ്റ് ചെയ്തായിരുന്നു. ഇപ്പൊ എവിടെയാന്നറിയില്ല. ജെൻടു എവിടെ പോയി? ഇംലി ചൊൽബൽ, നിങ്ങൾ രണ്ടുപേരും വേഗം വീട്ടിലേക്ക് പോയിക്കോളൂ. ഫയർ സ്യൂട്ട് ഓൺ. ഫയർ സ്യൂട്ട് ഓൺ. വീർ, വീർ, അത് വളരെ ശക്തിയുള്ള ഒരു റോബോട്ടാണ്. നിന്റെ ആയുധങ്ങളൊന്നും അതിന് ഏൽക്കുന്നു പോലുമില്ല. നീ അതിനെ അതിന്റെ ആയുധങ്ങൾ വെച്ച് തന്നെ കീഴ്പ്പെടുത്തണം. ഓക്കേ അപ്പൂപ്പ. അൺബ്രേക്കബിൾ ലേസർ ടണൽ ഓൺ. അൺബ്രേക്കബിൾ ലേസർ ടണൽ ഓൺ. വേഗം പോ, സ്പീഡിൽ പോകൂ. ടണലിൽ നിന്ന് പുറത്തേക്ക് വരൂ, അല്ലെങ്കിൽ നിന്റെ തന്നെ ഫയർ ബോൾസ് നിന്നെ കത്തിച്ചു കളയുന്നതാണ്. സ്പീഡിൽ പോകട്ടെ, സ്പീഡിൽ പോകട്ടെ. അല്ല, ഞാനിവിടെ എന്തോ ചെയ്തോണ്ടിരിക്കോ? വീരെവിടെ? ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അപ്പൂപ്പ, ജിൻടു ഇപ്പൊ ഞങ്ങളെ എല്ലാരെയും അവന്റെ കുട്ടിക്കാലം കാണിക്കായിരുന്നു. എന്നിട്ട് വലുതായതുമില്ല. അവന് വലുതാവാൻ പറ്റുന്നില്ല. മാത്രമല്ല അവൻ വീട് മുഴുവൻ നാശമാക്കുകയും ചെയ്തു. അവനെ എന്റെ ലാബിലേക്ക് പോകാൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ അവൻ എന്റെ ലാബ് മുഴുവനും നാശമാക്കും. അപ്പൂപ്പ, അവൻ ഓൾറെഡി ലാബ് മൊത്തം കൊളമാക്കി. ഓ നോ! വീടിന്റെ എല്ലാ വാതിലുകളും അടയ്ക്ക്. ഇവ പുറത്തെങ്ങാനും പോയി കഴിഞ്ഞാ പിന്നെ ആകെ പ്രശ്നമാവും. ജിൻടു, മതി ഓടിയത്. അവിടെ നിന്നേ. ഇനി നിനക്ക് ഓടാനൊന്നും സ്ഥലമില്ല. അവനെ പിടിക്കും വീർ. പുറത്തു പോയി അവനെല്ലാം തരിപ്പണമാക്കും. അല്ല, ഈ തക്കുടുക്കുട്ടൻ ബാവ ആരുടെയാ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത് ആരുടെ കുഞ്ഞാണെന്ന്? കുഞ്ഞിനെ ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്? കുഞ്ഞേ, നീ ഈ കാറിനകത്ത് തന്നെ ഇരിക്കെ. നിന്നെ ഇവിടെ ആരാ വിട്ടിട്ട് പോയതെന്ന് ഞാൻ നോക്കട്ടെ. മോനെങ്ങനെ കാർ സ്റ്റാർട്ടാക്കിയത്? കള്ളൻ, കള്ളൻ, അവിടെ നിക്കേ. ഈ ചെറുപ്രായത്തിലെ നീ മോഷണം തുടങ്ങിയോ? ജിൻടു, അവിടെ നിക്കേ. എന്റെ ഐസ്ക്രീം കാണാതെ. അയ്യോ, ഞാൻ ഈ കഴിച്ചോണ്ടിരുന്ന സാധനങ്ങളൊക്കെ എവിടെ പോയി? അയ്യോ, ഞാനിപ്പോ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ഇതെന്താ? എന്റെ ഐസ്ക്രീം മുഴുവൻ മോഷണം പോയി. കള്ളൻ! അയ്യോ, ആരോ മോഷ്ടിച്ചോണ്ട് പോയി.
കള്ളൻ കള്ളൻ കുട്ടിക്കള്ളൻ ആ കുട്ടിക്കള്ളൻ എന്റെ കാറ് കൊണ്ടുപോകുന്നേ. ജിൻടു ചഡ്ഡാങ്കളുടെ കാർ എടുത്തോണ്ട് പോയി. ഞാൻ റോബോബോയായി മാറി അവനെ ചേസ് ചെയ്യേണ്ടി വരും. വിങ് സ്യൂട്ട് ഓൺ. ഞാൻ കമാൻഡ് കൊടുത്തില്ലേ വണ്ടി മരത്തി കൂട്ടിയിടിക്കും. മൈതാനത്തിലേക്ക് കൊണ്ടുപോവാ. വീണ്ടും ജിൻടുവിനെ ചേസ് ചെയ്യ്. മൈതാനം അവിടെയാണ്. ജിൻടുവിനെ അങ്ങോട്ടാ കൊണ്ടുപോകണ്ടേ. കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അവനെ പിടിക്കാൻ പറ്റില്ലായിരുന്നു. ഈ ഭക്ഷണങ്ങളെല്ലാം മാന്ത്രിക ഭക്ഷണങ്ങളാണ്. ഇംലിയാണ് എനിക്ക് ഐഡിയ തന്നത്. ജിൻഡുവിന് ഭക്ഷണത്തിന്റെ ഒരു കെണിയുണ്ടാക്കി അതിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ആ ഐഡിയ വർക്കൗട്ട് ആയിരിക്കുകയാണ്. ചെല്ലു മോനെ, നീ വീട്ടിലേക്ക് ചെല്ല്. എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. അവൻ ജിൻലാൻഡിലുള്ള അവന്റെ വീട്ടിലേക്ക് പോകും. കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നോളും. ഇനി നിങ്ങൾ എനിക്ക് തന്ന വാക്ക് പൂർത്തീകരിക്കുവാനുള്ള സമയമാണ്. ഏത് വാക്കിന്റെ കാര്യമാ? നിങ്ങളല്ലേ നേരത്തെ എന്നോട് പറഞ്ഞത് ജിൻഡുവിനെ പിടിച്ചു കഴിഞ്ഞാൽ അവന്റെ കുട്ടിക്കാലത്തെ കഥകൾ മുഴുവനും ഇരുന്ന് കേൾക്കാമെന്ന്. ഓക്കേ അപ്പൂപ്പ, പക്ഷെ അതിനു മുൻപ് ആദ്യം എല്ലാം പഴയതുപോലെയാക്ക്. ആ പൊട്ടിയ മിനാറും ചായക്കടയും എല്ലാം പഴയതുപോലെയാക്ക്. ആരും ഒന്നും ഓർക്കാൻ പാടില്ല. എന്നാൽ പിന്നെ നമുക്ക് ജിൻഡുവിന്റെ കുട്ടിക്കാലത്തെ കഥകൾ കേട്ടാലോ? അന്നൊരിക്കൽ എന്താ സംഭവിച്ചെന്ന് അറിയാമോ? ബോസ്, ഇത് ആരാണ്? ഇയാളെന്തിനാ എങ്ങനെ കിടന്ന് അഭ്യാസം കാണിക്കുന്നേ? ഇതാണ് നിഞ്ച മാസ്റ്റർ കിഡിലൻ ടൈഗർ. ഇവന് ഈ ലോകത്തിലുള്ള ഏറ്റവും ശക്തിയുള്ള മനുഷ്യനെയും തോൽപ്പിക്കാനാകും. ഇവന് ഭയങ്കര വേഗതയാണ്. വീറൊന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് അവൻ വീറിനെ പിടിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇവനെ വിളിപ്പിച്ചത്. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. പക്ഷേ മിസ്റ്റർ കിഡിലൻ ടൈഗർ, നിനക്ക് ലോകത്തുള്ള ഏത് ശക്തിമാനെയും തോൽപ്പിക്കാൻ കഴിയുമെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും ശക്തിമാനായ മനുഷ്യൻ എന്ന് പറയുന്നത് എന്റെ ഈ ബോസാണ്. അദ്ദേഹത്തെ ഒന്ന് തോൽപ്പിച്ച് കാണിക്കേ. മതിയേ, നിർത്തടാ. കുറെ നേരമായില്ലേ തുടങ്ങിയിട്ട്. ബോസേ ബോസേ, ബോസ് പറഞ്ഞത് ശരിയാണ്. ഇവന് ശരിക്കും ഭയങ്കര സ്പീഡാണല്ലോ. I am mad, very very mad. മറ്റോ എന്നെ കൊല്ലാനായിട്ടാണോടാ നീ ഭൂമിയിലേക്ക് അവതരിച്ചിരിക്കുന്നത്? സോറി ബോസേ, സോറി. മറ്റോ, നീ ആ മാസ്റ്റർക്ക് ലേസറിന്റെ വാൾ എടുത്തു കൊടുക്ക. കൂട്ടത്തിൽ നിഞ്ച ആയുധങ്ങളും കൊടുക്ക. നോ താങ്ക് യു, എനിക്ക് ആയുധങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു പീക്കിരി ചെറുക്കന് എന്റെ കൈയും കാലും തന്നെ ധാരാളമാണ്.
അവൻ അങ്ങനെ സാധാരണ ചെറുക്കനൊന്നുമല്ല. അവൻ വീറാണ്, ഒരു റോബോട്ടാണ്. അവനെ അങ്ങനെ നീ കുറച്ച് കാണാൻ പാടില്ല. അവൻ എന്റെ റോബോട്ടുകളെ ചവിട്ടി കൂട്ടി മൂലക്കിട്ടിട്ടുണ്ട്. എന്നെ ഇന്നേ വരെ തോടാൻ പോലും ആർക്കും കഴിഞ്ഞിട്ടില്ല. വരൂ ഡിംബക്ടു, നേരെ പോയി നമുക്ക് ആ വീറിനോട് നേറ്റിമുട്ടിയിട്ട് വരാം. അങ്ങോട്ട് നോക്ക്, അവനാണ് ആ പെണ്ണിന്റെ കൂടെ നടന്നു പോകുന്നില്ലേ, അവനാണ് വീർ. കൊള്ളാം, താങ്ക് യു. താൻ ആരാണ്? നിങ്ങൾക്ക് എന്താ വേണ്ട? ഇതാണ് കിഡിലൻ ടൈഗർ. വലിയൊരു നിഞ്ച മാസ്റ്ററാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിശാലിയായ നിഞ്ച മാസ്റ്റർ. ഈ നിഞ്ച മാസ്റ്റർ നിന്നെ ഇന്ന് ഇടിച്ച് ചമ്മന്തിയാക്കി ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകും. ഓ ശരി, എന്നാ പിന്നെ നമുക്ക് നോക്കാം ആരാരെയാ ചമ്മന്തിയാക്കാൻ പോകുന്നേന്ന്.